വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം. നിങ്ങൾ നിങ്ങൾക്കായി വിഗ്രഹങ്ങളും കൊത്തുരൂപവും ഉണ്ടാക്കരുത്. നിങ്ങൾക്കായി സ്തംഭം നിങ്ങൾ നാട്ടരുത്. ശിലാപ്രതിമയെ ആരാധിക്കാനായി നിങ്ങളുടെ ദേശത്ത് അത് സ്ഥാപിക്കരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ സാബത്തുകൾ നിങ്ങൾ പാലിക്കണം. എന്റെ വിശുദ്ധ സ്ഥലത്തെ നിങ്ങൾ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ ചരിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിർവഹിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുള്ള വൃഷ്ടികൾ യഥാകാലം ഞാൻ തരും. ദേശം അതിന്റെ വിള നൽകും. തോട്ടത്തിലെ വൃക്ഷം അതിന്റെ ഫലം പ്രദാനം ചെയ്യും. നിങ്ങളുടെ മെതിക്കാലം മുന്തിരി വിളവെടുപ്പിനെ മറികടക്കും. മുന്തിരി വിളവെടുപ്പ് കാലം വിതയെ മറികടക്കും. തൃപ്തിയാവോളം നിങ്ങൾ അപ്പം ഭക്ഷിക്കും. ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും. ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഭയപ്പെടുത്തുന്നവനില്ലാതെ നിങ്ങൾ ശയിക്കും. ഞാൻ ദേശത്തു നിന്ന് ഹിംസ്രമൃഗങ്ങളെ ഇല്ലാതാക്കും. നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ അനുധാവനം ചെയ്യും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. നിങ്ങളിൽ നിന്ന് 5 പേർ 100 പേരെ തുരത്തും. നിങ്ങളിൽ നിന്ന് 100 പേർ 10,000 പേരെ തുരത്തും. ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളുടെ നേർക്ക് തിരിഞ്ഞ് നിങ്ങൾ പെരുകാനും വർദ്ധിക്കാനും ഇടയാക്കും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പൂർവശേഖരം ഭക്ഷിക്കും. പുതിയതിനെ പ്രതി മുൻ വർഷത്തേത് നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും. എൻ്റെ ആലയം നിങ്ങളുടെ മധ്യേ ഞാൻ സ്ഥാപിക്കും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഭവിക്കും. നിങ്ങൾ എനിക്ക് ജനമായി തീരും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഞാൻ നിങ്ങളുടെ നുകത്തിന്റെ തണ്ടുകൾ തകർക്കുകയും നിങ്ങളെ നടുനിവർത്തി നടത്തുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ എന്നെ കേൾക്കാതെയും ഈ കൽപ്പനകളൊന്നും അനുവർത്തിക്കാതെയും ഇരുന്നാൽ എൻ്റെ ഉടമ്പടി നിഷ്ഫലമാക്കാനായി എൻ്റെ കൽപ്പനകളൊന്നും പ്രാവർത്തികമാക്കാതെ എൻ്റെ ചട്ടങ്ങൾ നിരസിക്കുകയും ന്യായപ്രമാണങ്ങൾ നിങ്ങളുടെ ഉള്ളം വെറുക്കുകയും ചെയ്താൽ ഞാനും ഇത് നിങ്ങളോട് ചെയ്യും. പരിഭ്രാന്തി, അതായത് ക്ഷയവും കണ്ണുകളെ ഇരുട്ടാക്കുന്നതും ജീവൻ ശോഷിപ്പിക്കുന്നതുമായ പനിയും നിങ്ങളുടെ മേൽ വരാൻ ഞാൻ ഇടയാക്കും. നിങ്ങൾ വൃദ്ധ നിങ്ങളുടെ വിത്ത് വിതയ്ക്കും. നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അത് ഭക്ഷിക്കുന്നത്. നിങ്ങൾക്കെതിരായി എൻ്റെ മുഖം ഞാൻ തിരിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവരായിരിക്കും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. ആരും പിന്തുടരുന്നില്ലെങ്കിലും നിങ്ങൾ പലായനം ചെയ്യും. ഇത്രയെല്ലാം ആയിട്ടും നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ പ്രതി നിങ്ങളെ ശിക്ഷിക്കുന്നത് 7 ഇരട്ടിയായി ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശക്തിയുടെ ഗർവ് ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ആകാശം ഇരുമ്പ് പോലെയും ദേശം പിത്തള പോലെയും ആക്കും. നിങ്ങളുടെ കരുത്ത് വൃഥ അവസാനിക്കും. നിങ്ങളുടെ ദേശം അതിന്റെ വിളവ് തരികയോ ദേശത്തെ വൃക്ഷം അതിന്റെ ഫലം തരികയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്കനുസൃതം 7 ഇരട്ടി പ്രഹരം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ ഇറക്കിവിടും. അത് നിങ്ങളെ സന്താനരഹിതരാക്കും. നിങ്ങളുടെ കാലികളെ നശിപ്പിക്കും. നിങ്ങളെ ന്യൂനരാക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജന്നമാകും. ഇവ കൊണ്ടൊന്നും നിങ്ങൾ എൻ്റെ ശിക്ഷണത്തിന് വിധേയരാകാതെ എനിക്കെതിരെ മത്സരിച്ച് നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരുദ്ധമായി വ്യാപരിക്കും.
നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ തന്നെ നിങ്ങളെ 7 ഇരട്ടി പ്രഹരിക്കും. ഉടമ്പടിയുടെ പ്രതികാരമായ നശീകരണ ഖഡ്ഗം ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ സ്വയം പിൻവലിയും. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ വസന്ത അയക്കും. ശത്രുകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ കോൽ ഒടിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുടുകയും അവർ നിങ്ങളുടെ അപ്പം അളന്നു തൂക്കി മടക്കി തരുകയും ചെയ്യും. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതുകൊണ്ടും നിങ്ങൾ എന്നെ ശ്രവിക്കാതെ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയാണെങ്കിൽ വിരുദ്ധതയുടെ കോപത്തോടെ ഞാനും നിങ്ങളോട് വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷണ വിധേയരാക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പുത്രിമാരുടെ മാംസവും നിങ്ങൾ ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കും, നിങ്ങളുടെ ദേവസ്തംഭങ്ങൾ വെട്ടിവീഴ്ത്തും. വിഗ്രഹ പിണങ്ങൾക്കുമേൽ നിങ്ങളുടെ പിണങ്ങൾ ഞാൻ വലിച്ചെറിയും. എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ നാശകൂമ്പാരമാക്കും. നിങ്ങളുടെ ശ്രീകോവിലുകൾ ഞാൻ നിലം പരിശാക്കും. നിങ്ങളുടെ സുരഭില പരിമളം ഞാൻ ആസ്വദിക്കുകയില്ല. ഞാൻ ദേശം നിർജ്ജനമാക്കും. അതിൽ വസിക്കാൻ പോകുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപരിതന്ത്രരാകും. നിങ്ങളെ ആകട്ടെ ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. നിങ്ങൾക്ക് പിന്നാലെ ഞാൻ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമാകും. നിങ്ങളുടെ പട്ടണങ്ങൾ നാശകൂമ്പാരമാകും. ദേശം ശൂന്യമായി കിടക്കുന്ന കാലമെല്ലാം അത് അതിന്റെ സാപത്തുകൾ ആസ്വദിക്കും. നിങ്ങളാകട്ടെ നിങ്ങളുടെ ശത്രുക്കളുടെ നാട്ടിലായിരിക്കും. അക്കാലം ദേശം വിശ്രമിക്കുകയും അതിന്റെ സാപത്തുകളുടെ കടം വീട്ടുകയും ചെയ്യും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സാപത്തുകളിൽ അത് വിശ്രമിച്ചിട്ടില്ലാതിരുന്നതിനാൽ ശൂന്യമായി കിടക്കുന്ന കാലം എത്രയും അത് വിശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശത്രുക്കളുടെ ദേശങ്ങളിലായി നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീരുത്വം ഉളവാക്കും. വീഴുന്ന ഒരു ഇലയുടെ ശബ്ദം അവരെ പിന്തുടർന്നാൽ മതി. വാളിൽ നിന്നെന്ന പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും. പിന്തുടരുന്നവനില്ലെങ്കിലും വാളിന്റെ മുമ്പിൽ നിന്നെന്ന പോലെ അവർ പരസ്പരം തട്ടിത്തടഞ്ഞു വീഴും. നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവുകയില്ല. ജനതകളുടെ ഇടയിൽ നിങ്ങൾ നാശമടയും. നിങ്ങളുടെ ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ ശേഷിക്കുന്നവർ തങ്ങളുടെ അപരാധ നിമിത്തം ശത്രു രാജ്യത്ത് ജീർണിക്കും. അവരുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ നിമിത്തവും അവരോടൊപ്പം അവർ ജീർണിക്കും. എനിക്കെതിരെ അവിശ്വസ്തത കാണിച്ചും എന്നോട് തന്നെ വിരുദ്ധമായി പെരുമാറിയും അവിശ്വസ്തനായതുവഴിയുള്ള അവരുടെ അപരാധവും അവരുടെ പിതാക്കന്മാരുടെ അപരാധവും അവർ ഏറ്റുപറയണം. ഞാൻ തന്നെയും അവരോട് വിരുദ്ധമായി വ്യാപരിക്കുകയും അവരുടെ ശത്രുക്കളുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുചെല്ലുകയും ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ അപരിച്ഛേദിത ഹൃദയം വിനയപ്പെടുകയും അങ്ങനെ തങ്ങളുടെ അകൃത്യത്തിന് അവർ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ എന്റെ ഉടമ്പടിയായ യാക്കോബിനെ ഞാൻ ഓർക്കും, എന്റെ ഉടമ്പടിയായ ഇസഹാക്കിനെയും എന്റെ ഉടമ്പടിയായ അബ്രാഹത്തെ ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. ദേശം അവരില്ലാതെ ഉപേക്ഷിക്കപ്പെടും. അവരില്ലാതെ നിർജ്ജനമാക്കപ്പെടുമ്പോൾ അത് തന്റെ സാപത്തുകൾ ആസ്വദിക്കും. അവർ എന്റെ ന്യായപ്രമാണങ്ങൾ നിരസിക്കുകയും അവരുടെ ഉള്ളം എന്റെ ചട്ടങ്ങൾ വെറുക്കുകയും ചെയ്താൽ, അതെ, അതിനാൽ തന്നെ അവർ തങ്ങളുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇങ്ങനെയാണെങ്കിലും അവർ തങ്ങളുടെ ശത്രുക്കളുടെ ദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്ത് അവരോടുള്ള എന്റെ ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ തള്ളിക്കളയുകയോ വെറുക്കുകയോ ഇല്ല. എന്തെന്നാൽ ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. അവർക്ക് വേണ്ടി പൂർവികരോടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അവരുടെ ദൈവമായി തീരേണ്ടതിന് അവരെയാണല്ലോ ഈജിപ്ത് ദേശത്തു നിന്ന് ജനതകൾ കാണുകെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ്. കർത്താവ് സീനായ് മലയിൽ വെച്ച് തനിക്കും ഇസ്രായേലർക്കും ഇടയിൽ മോശ വഴി നൽകിയ ചട്ടങ്ങളും
ന്യായപ്രമാണങ്ങളും നിയമങ്ങളുമാണ് ഇവ. ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഒരുവൻ കർത്താവിന് സവിശേഷമായി നേർച്ച നേരുമ്പോൾ വ്യക്തികളെ കുറിച്ചുള്ള നിന്റെ മതിപ്പ് മൂല്യം അനുസരിച്ച് പുരുഷന് നീ മതിക്കുന്ന മൂല്യം ഇതായിരിക്കണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നിന്റെ മതിപ്പ് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ അനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. അത് സ്ത്രീയെങ്കിൽ നീ മതിക്കുന്ന മൂല്യം 30 ഷെക്കൽ ആയിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ എങ്കിൽ ആണിന് 20 ഷെക്കലും പെണ്ണിന് 10 ഷെക്കലും ആയിരിക്കണം നിന്റെ മതിപ്പ് മൂല്യം. 1 മാസം മുതൽ 5 വയസ്സ് വരെ എങ്കിൽ ആണിന് നിന്റെ മതിപ്പ് മൂല്യം 5 ഷെക്കൽ വെള്ളിയും പെണ്ണിന് നിന്റെ മതിപ്പ് മൂല്യം 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. വയസ്സ് 60 അതിനു മേലെയോ ആണെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലും ആയിരിക്കണം നീ മതിക്കുന്നത്. മതിപ്പ് മൂല്യത്തെക്കാൾ ഒരുവൻ ദരിദ്രനെങ്കിൽ അവനെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കണം. നേർച്ച നേർന്നവന്റെ വിഭവശേഷി അനുസരിച്ചാവണം പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കേണ്ടത്. മൃഗഗണത്തിൽ നിന്നാണ് അവർ കർത്താവിന് കാണിക്ക സമർപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കർത്താവിന് നൽകുന്നതെല്ലാം വിശുദ്ധ വസ്തുവായിരിക്കും. അവൻ അതിനെ വച്ചുമാറരുത്. നല്ലതിനെ മോശമായതുകൊണ്ടോ മോശമായതിനെ നല്ലതുകൊണ്ടോ വച്ചുമാറരുത്. മൃഗത്തെ മൃഗം കൊണ്ട് വച്ചുമാറിയാൽ തന്നെ അതും അതിന്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും. സമർപ്പിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മലിന മൃഗത്തിൽ നിന്നാണ് കർത്താവിനുള്ള കാണിക്കയെങ്കിൽ ആ മൃഗത്തെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം. പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. നീ നിർണയിക്കുന്ന മതിപ്പ് വില തന്നെ ആയിരിക്കട്ടെ പുരോഹിതൻ നിർണയിക്കുന്നതും. അതിനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിന്റെ 5-1 കൂടി അവൻ ചേർക്കണം. ഒരുവൻ തന്റെ ഭവനം കർത്താവിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. പുരോഹിതൻ അതിനെ മതിക്കുന്നത് എങ്ങനെയോ അങ്ങനെ നിലനിൽക്കും. പ്രതിഷ്ഠിച്ചവൻ തന്റെ വീട് വീണ്ടെടുക്കുന്നെങ്കിൽ അതിന്റെ മതിപ്പ് വിലയുടെ 5-1 കൂടി അതിനോട് അവൻ ചേർക്കണം. അപ്പോൾ അത് അവൻ്റെതാകും. ഒരാൾ തന്റെ അവകാശമായ വയലിന്റെ ഭാഗം കർത്താവിനായി നീക്കിവെക്കുകയാണെങ്കിൽ അതിനുള്ള വിത്തിന്റെ അളവനുസരിച്ചായിരിക്കണം നീ മതിക്കുന്ന വില. 1 ഹോമർ യവത്തിന് 50 ഷെക്കൽ വെള്ളി. ജൂബിലി വർഷം മുതൽ ഒരുവൻ തന്റെ വയൽ നീക്കിവെക്കുകയാണെങ്കിൽ നീ മതിക്കുന്ന വില തന്നെ നിലനിൽക്കും. എന്നാൽ ജൂബിലിക്ക് ശേഷമാണ് അവൻ തന്റെ വയൽ നീക്കിവെക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വർഷം വരെ ശേഷിക്കുന്ന വർഷങ്ങൾക്കനുസരിച്ച് പുരോഹിതൻ അതിന് തുക കണക്കാക്കണം. അത് മതിപ്പ് വിലയിൽ നിന്ന് കുറയും. വയൽ പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്റെ മതിപ്പ് പണത്തിന്റെ 5-1 അതിനോടുകൂടെ ചേർക്കണം. അപ്പോൾ അത് അവൻ്റെതായി നിലനിൽക്കും. എന്നാൽ അവൻ വയൽ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അഥവാ ആ വയൽ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് വീണ്ടെടുക്കപ്പെടാവുന്നതല്ല. ജൂബിലി വേളയിൽ ആ വയൽ വിടുതലാകുമ്പോൾ അത് ഒഴിഞ്ഞുവെച്ച വയൽ പോലെ കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. അതിന്റെ അവകാശം പുരോഹിതന് ആയിരിക്കും. ഒരുവൻ തന്റെ പൂർവാവകാശമായ വയലിന്റെ ഭാഗമല്ല, പ്രത്യുത സ്വസമ്പാദ്യമായ വയലാണ് കർത്താവിന് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ജൂബിലി വർഷം വരെ കണക്കുകൂട്ടി പുരോഹിതൻ അവന് വേണ്ടി മതിപ്പ് വില നിർണയിക്കണം. അന്ന് തന്നെ അവൻ മതിപ്പ് വില കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായി നൽകണം. നിലത്തിന്റെ ഉടമയായിരുന്നവനിലേക്ക്, അതായത് ഒരുവൻ അത് ആരിൽ നിന്ന് വാങ്ങിയോ അവനിലേക്ക് ജൂബിലി വർഷത്തിൽ വയൽ തിരികെ എത്തും. എല്ലാ മൂല്യനിർണയവും വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമായിരിക്കണം. 20 ഗേരയാണ് 1 ഷെക്കൽ. മൃഗഗണത്തിൽ കർത്താവിനായി കടിഞ്ഞൂൽ സമർപ്പിക്കേണ്ട ആദിജാതനെ
ആരും പ്രതിഷ്ഠിക്കേണ്ടതില്ല. കാളയായാലും ആടായാലും അത് കർത്താവിനുള്ളതാണ്. മലിനമൃഗമാണെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിന്റെ 1/5 കൂടി ചേർത്ത് പരിത്രാണം ചെയ്യാം. വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയിൽ വിൽക്കപ്പെടണം. മനുഷ്യനിലും മൃഗത്തിലും തന്റെ അവകാശമായ വയലിലും നിന്ന് തനിക്കുള്ള എന്തിലും നിന്ന് ഒരുവൻ കർത്താവിന് വിധേയമാക്കി ഒഴിഞ്ഞു വച്ചതൊന്നും വിൽക്കപ്പെടരുത്, വീണ്ടെടുക്കപ്പെടുകയും അരുത്. ഒഴിഞ്ഞു വച്ചതെല്ലാം കർത്താവിന് അതിവിശുദ്ധമാണ്. മനുഷ്യനിൽ നിന്ന് ഉന്മൂലനാചാര വിധേയനാകേണ്ട ഒരു നിഷിദ്ധനും പരിത്രാണം ചെയ്യപ്പെടരുത്. അവൻ തീർച്ചയായും വധിക്കപ്പെടണം. ദേശത്തിന്റെ വിത്തിൽ നിന്നും വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നുമുള്ള ദേശത്തിന്റെ ദശാംശം മുഴുവൻ കർത്താവിൻ്റെതാണ്. അത് കർത്താവിനുള്ള വിശുദ്ധ വസ്തുവാണ്. ഒരുവൻ തന്റെ ദശാംശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരുമ്പിടുന്നെങ്കിൽ അതോടൊപ്പം 1/5 കൂടി ചേർക്കണം. ആടുമാടുകളുടെ ദശാംശം മുഴുവൻ ദണ്ഡിന്റെ കീഴിൽ കടന്നു പോകുന്ന ഓരോ 10ാമത്തതും കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. നല്ലതും ചീത്തയും തമ്മിൽ ഭേദം കൽപ്പിക്കേണ്ടതില്ല, അതിനെ വച്ചുമാറേണ്ടതുമില്ല. അഥവാ വച്ചുമാറുന്നെങ്കിൽ തന്നെ അതും അതിന്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും. അത് വീണ്ടെടുക്കപ്പെട്ടുകൂടാ. കർത്താവ് സീനായ് മലയിൽ വെച്ച ഇസ്രായേലരെ കരുതി മോശയെ അനുശാസിച്ച കൽപ്പനകളാണ് ഇവ. 89-ാം സങ്കീർത്തനം. കർത്താവിന്റെ കാരുണ്യ കൃത്യങ്ങൾ ഞാൻ നിത്യം ആലപിക്കും. തലമുറ തലമുറയോട് അങ്ങയുടെ വിശ്വസ്തത എന്റെ അധരം കൊണ്ട് ഞാൻ അറിയിക്കും. ഞാൻ പറഞ്ഞു, കാരുണ്യം നിത്യം പുനഃസ്ഥാപിതമാകും. അങ്ങയുടെ വിശ്വസ്തത ആകാശങ്ങളിലാണ് അങ്ങ് ഉറപ്പിക്കുന്നത്. അങ്ങ് അരുൾ ചെയ്തു, ഞാൻ ഉടമ്പടി ഉണ്ടാക്കിയത് എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനോടാണ്, എന്റെ ദാസനായ ദാവീദിനോടാണ് ഞാൻ ശപഥം ചെയ്തത്. ഞാൻ നിന്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറ തലമുറയ്ക്കായി പുനഃസ്ഥാപിക്കും. കർത്താവെ, ആകാശങ്ങൾ അങ്ങയുടെ വിസ്മയകൃത്യം ഏറ്റുപറയുന്നു, അങ്ങയുടെ വിശ്വസ്തത പരിശുദ്ധരുടെ സമൂഹത്തിലും. എന്തെന്നാൽ വാനിടത്തിൽ കർത്താവിന് തുല്യനായി, ദേവന്മാരിൽ കർത്താവിന് സദൃശ്യനായി ആരുണ്ട്? പരിശുദ്ധരുടെ ഉപദേശക സമിതിയിൽ തമ്പുരാൻ ഭയകാരണനാണ്. ചുറ്റുമുള്ള സകലരുടെയും മേൽ അവിടുന്ന് മഹാനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, കരുത്തനായ കർത്താവെ, അങ്ങയെപ്പോലെ ആരുണ്ട്? അങ്ങയെ ചൂഴ്ന്ന് അങ്ങയുടെ വിശ്വസ്തതയുണ്ട്. അങ്ങ് കടലിന്റെ ഗർവ് അടക്കി വാഴുന്നു. അതിന്റെ തിരമാലകൾ ഇരമ്പുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ വധിക്കപ്പെട്ടവനെ പോലെ തകർത്തു. ശക്തി വൈഭവം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു. അങ്ങയുടേതാണ് ആകാശം, അങ്ങയുടേതു തന്നെ ഭൂമിയും. പ്രപഞ്ചത്തിനും അതിലുള്ളവയ്ക്കും അങ്ങാണ് അടിസ്ഥാനമിട്ടത്. ദക്ഷിണോത്തരങ്ങളായി അങ്ങ് അവ സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തിൽ ആരവമുതിർക്കുന്നു. കരുത്തോടു കൂടിയ ഭുജം അങ്ങയുടേതാണ്. അങ്ങയുടെ കൈ ശക്തിപ്പെടുത്തുന്നു. അങ്ങയുടെ വലതു കൈ ഉയരുന്നു. തിരുസിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. കൃപയും സത്യവും തിരുസാന്നിധ്യത്തിന് മുൻപേ നീങ്ങുന്നു. കാഹളനാദം തിരിച്ചറിയുന്ന ജനം ഭാഗ്യമുള്ളവർ. കർത്താവെ, അവർ തിരുമുഖ കാന്തിയിൽ നടക്കും. അവർ ദിവസം മുഴുവൻ അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയിൽ ഉയരും. അങ്ങ് തന്നെയാണ് അവരുടെ ശക്തി മഹിമ. അങ്ങയുടെ പ്രസാദത്താൽ അങ്ങ് ഞങ്ങളുടെ കൊമ്പുയർത്തും. എന്തെന്നാൽ കർത്താവിൻ്റെതാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധന്റേതാണ് ഞങ്ങളുടെ രാജാവ്. ഒരിക്കൽ അങ്ങ് ദർശനത്തിൽ അങ്ങേ ഭക്തരോട് സംസാരിച്ചു. അങ്ങ് അരുൾ ചെയ്തു, ഒരു കരുത്തിനുമേൽ ഞാൻ സഹായം വർഷിച്ചു. ജനത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനെ ഞാൻ ഉയർത്തി. എന്റെ ദാസനായി ഞാൻ ദാവീദിനെ കണ്ടെത്തി. എന്റെ വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടൊപ്പം ഉറച്ചു നിൽക്കും. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും.
ശത്രു അവനെ ഞെരുക്കുകയില്ല. തിന്മയുടെ സന്താനം അവനെ ദ്രോഹിക്കുകയില്ല. അവന്റെ വൈരികളെ അവന്റെ മുമ്പിൽ നിന്ന് ഞാൻ തരിപ്പണമാക്കും. അവന്റെ വിദ്വേഷികളെ ഞാൻ അടിച്ചു വീഴ്ത്തും. എന്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടൊത്തുണ്ടായിരിക്കും. എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയരും. ഞാൻ അവന്റെ കൈ സമുദ്രത്തിലും അവന്റെ വലതുകരം നദികളിലും വയ്ക്കും. അവൻ എന്നെ വിളിച്ചു പറയും, അങ്ങാണ് എന്റെ പിതാവ്, എന്റെ തമ്പുരാനും എന്റെ രക്ഷയുടെ പാറയും. ഞാൻ തന്നെ അവനെ എന്റെ ആദ്യജാതനാക്കും, ഭൂപാലന്മാർക്ക് അത്യുന്നതനും. എന്റെ കാരുണ്യം ഞാൻ അവനോട് എന്നേക്കും പാലിക്കും. അവനോട് വിശ്വസ്തതയുള്ളതായിരിക്കും എന്റെ ഉടമ്പടി. അവന്റെ സന്തതിയെ ഞാൻ നിത്യമായി ഉറപ്പിക്കും. അവന്റെ സിംഹാസനം ആകാശവാസരങ്ങൾ പോലെയും അവന്റെ മക്കൾ എന്റെ നിയമം ഉപേക്ഷിച്ച എന്റെ ന്യായപ്രമാണത്തിൽ വ്യാപരിക്കാതിരുന്നാൽ, അവന്റെ മക്കൾ എന്റെ നിയമം ഉപേക്ഷിച്ച് എന്റെ ന്യായപ്രമാണത്തിൽ വ്യാപരിക്കാതിരുന്നാൽ, എന്റെ ചട്ടങ്ങൾ ലംഘിച്ച് എന്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ, ഞാൻ അവരുടെ അതിക്രമത്തെ ദണ്ഡുകൊണ്ടും അവരുടെ അകൃത്യത്തെ മഹാമാരികൾ കൊണ്ടും ശിക്ഷിക്കും. എന്നാൽ എന്റെ കാരുണ്യം അവനിൽ നിന്ന് ഞാൻ പിൻവലിക്കുകയില്ല. എന്റെ വിശ്വസ്തതയിൽ ഞാൻ വഞ്ചന കാണിക്കുകയില്ല. എന്റെ ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല. എന്റെ അധരങ്ങളുടെ മൊഴി ഞാൻ വ്യത്യാസപ്പെടുത്തുകയില്ല. എന്റെ പരിശുദ്ധിയെ കൊണ്ട് ഒരു കാര്യം ഞാൻ ശപഥം ചെയ്തു. ദാവീദിനോട് ഞാൻ നുണ പറയുമോ? അവന്റെ സന്തതി എന്നേക്കും ഉണ്ടായിരിക്കും. സൂര്യനെ പോലെ അവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. ചന്ദ്രനെ പോലെ അത് എന്നേക്കും നിലനിൽക്കും. വാനിടത്തിലെ സാക്ഷി വിശ്വസ്തനാണ്. എന്നാൽ അങ്ങവനെ പരിത്യജിച്ച് പുറന്തള്ളി. അങ്ങയുടെ അഭിഷിക്തനുമായി അങ്ങ് അസ്വാരസ്യത്തിലായി. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി അങ്ങ് പുച്ഛിച്ചു തള്ളി. അവന്റെ കിരീടം നിലത്തേക്കിട്ട് അവഹേളിച്ചു. അങ്ങ് അവന്റെ മതിലുകളെല്ലാം പൊളിച്ചു. അവന്റെ ദുർഗങ്ങൾ വിനാശമാക്കി തീർത്തു. വഴിപോക്കരെല്ലാം അവനെ കൊള്ളയടിച്ചു. അവൻ അയൽവാസികൾക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവന്റെ വൈരികളുടെ വലതു കൈ ഉയർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അങ്ങ് അവന്റെ വാളിന്റെ മൂർച്ച തിരിച്ചെടുത്ത് അവനെ യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അനുവദിച്ചില്ല. അവന്റെ തേജസ്സിൽ നിന്ന് വിരമിപ്പിച്ച് അങ്ങ് അവന്റെ സിംഹാസനം നിലത്ത് മറിച്ചിട്ടു. അവന്റെ യൗവനത്തിന്റെ നാളുകൾ വെട്ടിച്ചുരുക്കി. അങ്ങ് അവന്റെ മേൽ ലജ്ജ പൊതിഞ്ഞു. കർത്താവെ, എത്ര നാളത്തേക്ക്? അങ്ങ് എന്നേക്കും ഒളിഞ്ഞിരിക്കുമോ? അങ്ങേ ക്രോധം അഗ്നിസമാനം ജ്വലിക്കുമോ? ഞാൻ എത്ര അല്പായുസാണെന്നും മനുഷ്യമക്കളെയെല്ലാം അങ്ങ് സൃഷ്ടിച്ചത് എത്ര നിസ്സാരരായാണെന്നും അങ്ങ് ഓർക്കണമേ. സ്വന്തം ആത്മാവിനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് മരണം കാണാതെ ജീവിക്കുന്ന വീരനാര്? നാഥ, അങ്ങേ വിശ്വസ്തതയിൽ ദാവീദിനോട് അങ്ങ് ശപഥം ചെയ്ത അങ്ങയുടെ മുൻകാല കാരുണ്യ കൃത്യങ്ങൾ എവിടെ? നാഥ, അങ്ങയുടെ ദാസരുടെ അപഹാസ്യത ഓർക്കണമേ. ഞാൻ നെഞ്ചേറ്റുന്ന അത് സകല ഭീമജനതകളിലും നിന്നുള്ളതാകുന്നു. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവരെ അപഹസിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ പിന്നണികളെ അവർ അപഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ അതിന്റെ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബദിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല.
ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. എന്നാൽ ആ ദിവസത്തെയോ ആ മണിക്കൂറിനെയോ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. തൻ്റെ വീട് വിട്ട് യാത്ര പോകുന്ന ഒരുവൻ സേവകർക്ക് അധികാരവും ഓരോ ആൾക്കും അവന്റെ ജോലിയും നൽകുന്നതും വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിക്കുന്നതും പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ, കോഴി കൂകുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി അവൻ കാണാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ